വിനു, ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു നേതൃമാറ്റം, അതിലിപ്പോൾ ആൻ്റോ ആൻ്റണിയുടെ പേരാണ് ഉറച്ചു കേൾക്കുന്നത്. കെ സുധാകരൻ എന്തായാലും മാറ്റുമെന്നുള്ളൊരു നിലപാടിലാണ്. അങ്ങനെയാണെങ്കിൽ ആൻ്റോ ആൻ്റണി വരുമോ? വന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഘട്ടമല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും CPM-നെതിരെയുള്ള വികാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനൊരു നല്ല സമയമാണ്. പക്ഷേ ഇവർ ഈ തമ്മിലടിയും KPCC പ്രസിഡന്റിൻ്റെ മാറ്റലും സുധാകരൻ്റെ അതൃപ്തിയും ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ എത്തിക്കുക പടുകുഴിയിലേക്ക് തന്നെ ആയിരിക്കും. കാരണം ഈ ആൻ്റോ ആൻ്റണിയെ കൊണ്ടുവന്ന് ഒരു ക്രിസ്തീയ ഒരു ബെൽറ്റിനെ രൂപപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കാം. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് സുധാകരൻ കലിപ്പിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ മാറില്ല, എനിക്ക് യോഗ്യതയുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് വന്നയാളാണെന്നൊക്കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ മാറേണ്ട ആവശ്യം എന്താണെന്നൊക്കെയാണ് ചോദിച്ചത്. സ്വാഭാവികമായും സുധാകര വിഭാഗം എല്ലാം തിരിയും. സുധാകര വിഭാഗം എല്ലാം തിരിയും എന്ന് പറയുമ്പോഴത്തേക്ക് സുധാകരൻ ഒരു ഈഴവ കാൻഡിഡേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈഴവ സമുദായത്തിൽ നിന്നുള്ള അവരുടെ പിന്തുണ കുറയും. മറിച്ച് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്തീയ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൻ്റോ ആൻ്റണിയുടെ പേരൊക്കെ നിർദ്ദേശിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം, അതൃപ്തരായ ഒരു വിഭാഗം തന്നെ പുറത്തെല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ KA മുരളീധരനുണ്ട്, അങ്ങനെ കുറേയേറെ പേരുകൾ, ബെന്നി ബെഹനാനുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേര്, അടൂർ പ്രകാശുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇത് ആകാനുള്ളൊരു മോഹത്തിലിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവരെല്ലാം അതൃപ്തരാകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ഹൈക്കമാൻഡ് അധ്യക്ഷനെ മാറ്റുന്നത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സുധാകരൻ തന്നെ തുടർന്നുകൊണ്ട് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിലനിർത്തി അതിനുശേഷം മാറ്റിയിരുന്നെങ്കിൽ ഒരു ചേഞ്ച് വരുത്താൻ ഒരു പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞേനെ. പക്ഷേ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സുധാകരനെ മാറ്റുന്നതോടെ സുധാകരൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും. ചിലപ്പോൾ സുധാകരൻ ഈ പറഞ്ഞതുപോലെ BJP-യിലേക്ക് പോയിക്കൂടാ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത് RSS ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പം ഈ ഒരു ആവേശത്തിൽ ചിലപ്പോൾ BJP-യിലേക്ക് പോയിക്കൂടാകുകയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അത് അണികൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കും. ഇപ്പോൾ സുധാകരൻ്റെ നേതൃത്വത്തിൽ, സതീശൻ്റെ നേതൃത്വത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഇനി ഈ പറഞ്ഞതുപോലെ ആൻ്റോ ആൻ്റണിയൊക്കെ ആക്കുന്നതോടുകൂടി ഒരുപാട് പേരുടെ എതിർപ്പ് വരും. അതോടൊപ്പം തന്നെ KA മുരളീധരനും ഇടയാനുള്ള സാധ്യത കാണുന്നുണ്ട്, അടൂർ പ്രകാശ് ഇടയാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഇവരുടെയൊക്കെ ഈ നീക്കങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് കെ സുധാകരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയനെ, അതായത് മാറുമോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഞാൻ എന്തായാലും അധ്യക്ഷ സ്ഥാനം മാറും, പക്ഷേ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടേ ഞാൻ മാറൂ എന്നാണ് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ സുധാകരൻ അങ്ങനെ ആയുഷ്കാലം മൊത്തം അവിടെ ഇരിക്കണമെന്നുള്ള മോഹമൊന്നുമില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്ന് ആ കസേരയിൽ തന്നെ തുടരണം എന്നൊരാഗ്രഹം കെ സുധാകരനുണ്ട്. കാരണം തൻ്റെ നേട്ടമാണ് ഭരണമാറ്റത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇല്ലെങ്കിൽ UDF അതൊരു വിജയത്തിലേക്ക് വന്നു, UDF അധികാരത്തിലേക്ക് വരുന്നു എന്നൊരു പാത ഒരുക്കിയത് താനാണ്. അതായത് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പരാജയപ്പെട്ടയിടത്ത് താൻ വിജയിച്ചു എന്നൊന്ന് വരുത്തി തീർക്കാൻ സുധാകരന് വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഇവിടെ VD സതീശൻ അടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടത് അങ്ങനെയല്ല. താൻ മാത്രമായിട്ട് ഒരു നേതൃത്വം, അടുത്ത മുഖ്യമന്ത്രി പദം തനിക്ക് വേണ്ടി ഉറപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് VD സതീശൻ അടക്കമുള്ള മറ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ സുധാകരനെ പുറത്താക്കുക. സുധാകരനെ പുറത്താക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ തമ്മിലില്ല, നമ്മൾ തമ്മിലുള്ള നമുക്ക് തീരുമാനിക്കാം എന്നൊരു ധാരണയാണ്, എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്തയാണ് ബാക്കിയുള്ളവരെ, അതായത് ചെന്നിത്തലയടക്കം ഈ ഘട്ടത്തിലൊന്നും ചെന്നിത്തല തുറന്നിട്ടില്ല. നമുക്ക് ശ്രദ്ധിച്ചറിയാം. നേതൃമാറ്റത്തിൻ്റെ കാര്യത്തിലൊന്നും ചെന്നിത്തല വളരെ വിദഗ്ധമായിട്ട് സംസാരിക്കുകയാണ്. KA മുരളീധരൻ പറയുന്നതിൻ്റെ അത്ര കൂടി ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇയാൾക്ക് ആർക്കാണ്, നമ്മുടെ VD സതീശനാണ് ഇതിനകത്ത് താല്പര്യം. ആ താല്പര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകുമ്പോഴുള്ള ഒരാളെ ഒഴിവാക്കുക, പിന്നെ ചെന്നിത്തലയാണ്. അത് നേരിടാം എങ്ങനെയെങ്കിലും എന്നുള്ള കണക്കുകൂട്ടലായിരിക്കണം VD സതീശനുള്ള. എങ്കിലും കൊണ്ട് പിന്നെയും പ്രശ്നം, ഈ ആൻ്റോ ആൻ്റണിയെ KPCC അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ അതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു നീക്കമായിട്ട് പിന്നീട് മാറാം. അത് VD സതീശന് വെല്ലുവിളിയാകാം. പക്ഷേ
എങ്കിലും ബെന്നിബെഹനാനെ കൊണ്ടുവന്ന അതിലും ഭീഷണിയാണ്. കെ മുരളീധരനെ കൊണ്ടുവന്ന ഉറപ്പിക്കാം. വി ഡി സതീശന് പിന്നെ ഒരു മാർഗം ഉണ്ടാവില്ല. കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകും. കരുണാകരന്റെ മകനാണല്ലോ, അത് ഉറപ്പല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ നീക്കത്തിൽ നിന്നൊന്ന് രക്ഷ നേടാമെന്നുള്ളത് കൊണ്ടാണ് ആന്റണിയെ അതിലേക്ക് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇവിടെ സുധാകരന്റെ ഒരു നേട്ടം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കേഡർ സിസ്റ്റത്തിലെ സെമി കേഡർ സംവിധാനത്തിലെ, സെമി കേഡർ ഒന്നും പറയാറായിട്ടില്ലെങ്കിലും ഒരു ബൂത്ത് തലത്തിലുള്ള ഘടകം മുതൽ KPCC തലം വരെ ഒരു ദൃശ്യമായിട്ടുള്ള ഒരു നൂല് കൊണ്ടെത്തിക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. സുധാകരന് അങ്ങനെ ഒരു സംഘടനാ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ ഒന്ന് ഉണർത്താൻ സുധാകരന്റെ വരവിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ വെല്ലുവിളി പിണറായിക്കൊപ്പം പോന്നവൻ എന്നുള്ളൊരു തീർച്ചയായിട്ടും ആ ഒരു ഇമേജ് കൊണ്ടുവന്നത് സുധാകരന് കോൺഗ്രസിന് ഗുണപ്പെട്ടതാണ്. പക്ഷേ ആന്റണിയെ കൊണ്ടുവരുമ്പോൾ ആന്റണി ശക്തമായ ഒരു മുഖമല്ല, മുല്ലപ്പള്ളിയെ പോലൊരു മുഖമാണ്. അങ്ങനെ വരുമ്പോൾ ശക്തനല്ല എന്നുള്ളത് കോൺഗ്രസിനെ ബാധിക്കും. അതുകൊണ്ട് ഒന്നിൽ കെ മുരളീധരനാണെങ്കിൽ പിന്നെയും എന്ത് തോന്നുന്നു, കെ മുരളീധരനാണ് അധ്യക്ഷൻ. തീർച്ചയായും കെ മുരളീധരനാണ് നമ്മൾ കോൺഗ്രസിൽ ഇതുവരെ കണ്ട KPCC പ്രസിഡന്റ് എന്താണെന്ന് കാണിച്ചു തന്ന ഒരു ആളായിരുന്നു കെ മുരളീധരൻ. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന സമയത്താണ് ഈ ഒരു സ്ഥാനത്തിന് ഇത്രയധികം പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. കാരണം കെ മുരളീധരൻ്റെ പല നിലപാടുകളും കോൺഗ്രസിന് വേണ്ടി രക്തസാക്ഷിയാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്നു. അതിനുശേഷം അദ്ദേഹം വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മന്ത്രിയായതിനു ശേഷം അവിടെ വെച്ച് പരാജയപ്പെടുന്നു. അത് ലോക ചരിത്രം എന്നൊക്കെ തന്നെ പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു മന്ത്രിയായ ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ വളരെ സുരക്ഷിതമായി വിജയിച്ച അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുപോയി വടകര പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നു. അവിടെയും വിജയിക്കുന്നു. അതിനുശേഷം ഈ നേമത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ആദ്യം ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി വീട്ടിൻ്റെ മുകളിൽ ആളിനെ കയറ്റി ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. അതിനുശേഷം ചെന്നിത്തല പറഞ്ഞപ്പോൾ ചെന്നിത്തല ജീവനും കൊണ്ടുപോയി. അപ്പോഴും അദ്ദേഹം യാതൊരു ഇതുമില്ലാതെ അത് ഏറ്റെടുത്ത് നേമത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിർത്തി. അതിനു മുമ്പ് വരെ മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്നത് നേമത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഈ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിയും എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ മുരളീധരൻ വന്ന് നിന്നപ്പോൾ പിന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. അതായത് മുരളീധരൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ലതാണ്, പക്ഷേ സംഘടനാ സംവിധാനം പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ വീണ്ടും ഈ BJP ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി കുമ്മനത്തെ നിർത്തിയ സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ്സുകാരുൾപ്പെടെ LDFന് വോട്ട് ചെയ്യുകയും വി ശിവൻകുട്ടി വിജയിക്കുകയും അദ്ദേഹം ലോട്ടറി അടിച്ചതുപോലെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാവുകയൊക്കെ ചെയ്ത് 3ാം സ്ഥാനത്ത് പോകേണ്ട ആളായിരുന്നു. അപ്പോൾ അവിടെ കെ മുരളീധരൻ ബലിയാടായി ഒരു രക്തസാക്ഷിയായി മാറി. പിന്നെയും അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇപ്പോൾ തൃശ്ശൂർ നിർത്തി. തൃശ്ശൂരും വിജയിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ നിർത്തി. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു പോവുകയും മുരളീധരൻ അവിടെ തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലിരുന്നതും പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് അദ്ദേഹത്തെ പറയാം. എവിടെയും ധൈര്യപൂർവ്വം അദ്ദേഹം എന്നും ഏറ്റെടുക്കും. വേറെ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയോ അല്ല ചെന്നിത്തലയോ ഒന്നും റിസ്ക് എടുക്കില്ല. പക്ഷേ അദ്ദേഹം റിസ്ക് എടുത്ത് ഇത് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയാലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഒരു നല്ല KPCC പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം. പക്ഷേ അത് ഇവരാരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.